PMR ഷോ നോക്കൂ. 21-ാം തീയതി മുഖ്യമന്ത്രി നടത്തിയ പത്രസമ്മേളനത്തിലും അതിനുശേഷം 29-ാം തീയതി ഹിന്ദുവിൽ വന്നതായി പറയപ്പെടുന്ന അഭിമുഖത്തിലും രണ്ട് രീതിയിലാണത് വന്നത് എന്നത് വ്യക്തമാണ്. ഇന്നിപ്പോൾ സഭയിൽ ചോദ്യം ചെയ്തതും അതാണ്. PR ഏജൻസിക്കെതിരെ നടപടിയെടുക്കുന്നില്ല. ADGP MR അനിൽകുമാറിനോട് ഒരു അക്ഷരമെങ്കിലും ചോദിച്ചോ? പ്രതിപക്ഷ നേതാവ് ഇന്ന് ചോദിച്ചത് പട്ടിൽ പൊതിഞ്ഞൊരു ശകാരമെങ്കിലും RSS നേതാവിനെ കണ്ട ADGPയോട് ചോദിക്കേണ്ടേ എന്നുള്ളതാണ്. PMR ഷോ അതിലേക്ക് വരുന്നതിന് മുൻപ് ഒരു വിമർശനം റിപ്പോർട്ടർ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുണ്ട്. അത് മറ്റൊന്നുമല്ല, ഇന്ന് നിയമസഭയ്ക്കകത്ത് രാവിലെ എത്തിയതിന് ശേഷം അസുഖബാധിതനായി തിരിച്ച് ഡോക്ടറുടെ പക്കലേക്ക് മടങ്ങുകയും അതിനുശേഷം അവിടെ നിന്ന് ഡോക്ടർ പരിപൂർണമായിട്ടുള്ള വിശ്രമം നിർദ്ദേശിക്കുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രി ഇന്ന് സഭയിലുണ്ടായിരുന്നില്ല. സഭയിലുണ്ടാകാതിരുന്ന ഘട്ടത്തിൽ സഭയിലെ മറ്റ് നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കുന്നതിനാവശ്യമായി ഉത്തരവാദിത്വപ്പെട്ട ആളുകളെ ചുമതലപ്പെടുത്തിയാണ് സഭയിൽ നിന്ന് മാറിയത്. എന്നാൽ ഇന്ന് രാവിലെ മുതൽ ഈ ചർച്ച തുടങ്ങുന്ന ഘട്ടം വരെ അതിനെ തെറ്റായി അവതരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് വളരെ വലിയ ശ്രമം പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട്. പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്ന് അതിൽ കവിഞ്ഞ ഒരു ഇടപെടലിനെ സംബന്ധിച്ച് നമ്മളാരും പ്രതീക്ഷിക്കുന്നില്ല. പക്ഷേ ചില മാധ്യമങ്ങൾ അതിനെ വളരെ തെറ്റായ നിലയിലേക്ക് വ്യാഖ്യാനിക്കുന്നതിന് വേണ്ടി, തെറ്റായ നിലയിൽ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി ശ്രമം നടത്തിയിട്ടുണ്ട്. റിപ്പോർട്ടർ ഉൾപ്പെടെയുള്ള ചാനലുകൾ മുഖ്യനും മൗനം എന്നുള്ള തലക്കെട്ടോട് നമ്മൾ മനസ്സിലാക്കേണ്ടത് മനുഷ്യനാണ്. പ്രതിപക്ഷം അത് ആകസ്മികമാണോ എന്ന് ചോദിച്ചു എന്നല്ലേ റിപ്പോർട്ടർ കൊടുത്തത്? ശരിയല്ലേ? അല്ല, റിപ്പോർട്ടറിന്റെ ടൈറ്റിൽ മുഖ്യനും മൗനം എന്നുള്ളതാണ്. ഈ നാടിനകത്ത് പ്രതിപക്ഷം ഉൾപ്പെടെ ഉയർത്തുന്ന ചോദ്യങ്ങളുമായി ബന്ധപ്പെട്ട് യാതൊരു നിലയ്ക്കുള്ള മൗനവും പാലിക്കേണ്ടുന്ന സാഹചര്യം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെ സംബന്ധിച്ചില്ല. ഇന്നലെ ഉൾപ്പെടെ പ്രതിപക്ഷത്തിൻ്റെ ചോദ്യങ്ങൾക്ക് അല്ലെങ്കിൽ പ്രതിപക്ഷം ഉന്നയിച്ച അടിയന്തര പ്രമേയത്തിന് മറുപടി നൽകുന്നതിന് വേണ്ടി, അടിയന്തര പ്രമേയം ചർച്ചയ്ക്കെടുക്കുന്നതിന് വേണ്ടി തയ്യാറാകുന്ന സമീപനമാണ് ഭരണപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത്. പ്രതിപക്ഷം ഒളിച്ചോടിയത് ഉൾപ്പെടെ നമ്മളൊക്കെ കണ്ടിട്ടുള്ളതാണ്. ഇതിനെ സംബന്ധിച്ച് മൗനം പാലിക്കേണ്ടുന്ന ഒരു സാഹചര്യവും നിലവിലില്ല. അങ്ങനെ മൗനം പാലിക്കുന്ന ഒരു ചരിത്രമല്ല കേരളത്തിൻ്റെ മുഖ്യമന്ത്രി. അങ്ങനെയാണെങ്കിൽ ഒരു വളരെ പ്രസക്തമായ ചോദ്യത്തിന് എന്ന നിലയിൽ പറഞ്ഞു പൂർത്തീകരിച്ചോട്ടെ. അപ്പൊ ഈ നിലയിൽ പൊതുജനങ്ങളെ ഉൾപ്പെടെ തെറ്റിദ്ധരിപ്പിക്കുന്ന നിലയിലേക്കുള്ള ഇടപെടൽ അത് നമ്മുടെ സമൂഹത്തിന് എന്തായാലും ഗുണകരമല്ല എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി തയ്യാറാകണം. നാളെ എനിക്കും അസുഖം വരും, അരുൺകുമാറിനും അസുഖം വരും. മുഖ്യമന്ത്രിക്ക് വോയിസ് റെസ്റ്റ് ആണ് എന്ന് സ്പീക്കർ പറഞ്ഞത് അതേപടി കൊടുക്കുകയാണ് ചെയ്തത്. ആ സമയത്ത് നമ്മൾ ആ വാർത്ത ടിക്കറിൽ മാത്രമാണ് കൊടുത്തത്, നമ്മളത് റിപ്പോർട്ട് ചെയ്തിട്ടുമില്ല. കാരണം ആ സമയത്ത് നമ്മൾ സഭയിലായിരുന്നു. അതിനുശേഷം വോയിസ് റെസ്റ്റ് ആണെന്ന് പറഞ്ഞു. അത് അതിനിടയ്ക്ക് കമന്ററി പറയുന്നതിനിടയ്ക്ക് ഞങ്ങൾ പറഞ്ഞു പോവുക മാത്രമേ ചെയ്തുള്ളൂ, മറ്റൊന്നും നമ്മൾ പറഞ്ഞിട്ടില്ല. അതിനുശേഷം നിങ്ങളുടെ ചാനലിൽ ഉൾപ്പെടെ ഇന്ന് ആവർത്തിച്ച് കൊടുത്തിരുന്ന തലക്കെട്ടുമായി ബന്ധപ്പെട്ടാണ് ഞാൻ സൂചിപ്പിച്ചിട്ടുള്ളത്. അത് അങ്ങേക്ക് പരിശോധിക്കാം. അതുമായി ഏത് അർത്ഥത്തിൽ വേണമെങ്കിലും അങ്ങേക്ക് ആകസ്മികമാണോ ഈ അസുഖം എന്ന് ചോദിക്കുന്നത് നമ്മൾ വളരെ നിഷ്കളങ്കമായിട്ടാണ് റിപ്പോർട്ടർ ചാനലിന്റെ തലക്കെട്ട് വന്നത് എന്ന് അങ്ങ് പറയുന്നു. അത് വളരെ നിഷ്കളങ്കമാണ്. നിഷ്കളങ്കമായിട്ടുള്ള വളരെ നിഷ്കളങ്കമായിട്ടുള്ള തലക്കെട്ടാണ് നിങ്ങളുടേത് എന്ന് നിങ്ങൾക്ക് പറയാം. അതിനകത്ത് എനിക്ക് തർക്കമില്ല. പക്ഷെ അത് ഞാൻ വിശ്വസിക്കണമെന്നുമല്ല, ഈ നാടിനകത്തുള്ള പൊതുസമൂഹം അതെ ആ അവകാശത്തെ എനിക്ക് വിയോജിക്കാനുള്ള അവകാശത്തെ ഞാൻ വിനിയോഗിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഇനി നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നവാസ് പറഞ്ഞുകൊണ്ടിരുന്നതിൻ്റെ അവസാന ഭാഗങ്ങൾ, ഇതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ മാത്രമാണ് കേൾക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത്. നമുക്കറിയാം, മലപ്പുറം ജില്ലയുമായി ബന്ധപ്പെട്ട് മലപ്പുറം ജില്ലയുടെ രൂപീകരണ കാലഘട്ടം മുതലേ ആ ജില്ലയെ ആക്ഷേപിക്കുന്നതിന് വേണ്ടിയിട്ട്, ആ ജില്ലയ്ക്കകത്തുള്ള ജനവിഭാഗത്തെ ആക്ഷേപിക്കുന്നതിന് വേണ്ടിയിട്ട് വളരെ വിപുലമായ ശ്രമം നമ്മുടെ നാടിനകത്ത്, നമ്മുടെ രാജ്യത്തിനകത്ത് നടന്നിട്ടുണ്ട് എന്നുള്ളത് ചരിത്രപരമായ വസ്തുതയാണ്. അത് മലപ്പുറത്തിൻ്റെ രൂപീകരണത്തിൻ്റെ ഘട്ടത്തിൽ, മലപ്പുറം ജില്ലാ രൂപീകരണത്തിനെതിരെ ഉയർന്നു വന്നിട്ടുള്ള സമരങ്ങളുടെ അടക്കം പശ്ചാത്തലത്തിൽ ഇന്ന് നിയമസഭയിൽ ഉൾപ്പെടെ അന്നുണ്ടായിരുന്ന മലപ്പുറം ജില്ലാ രൂപീകരണത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഉയർന്നു വന്ന മുദ്രാവാക്യങ്ങൾ, കുട്ടി പാകിസ്ഥാൻ്റെ രൂപീകരണം എന്തിന് തുടങ്ങിയിട്ടുള്ള മുദ്രാവാക്യങ്ങൾ ജനസംഘം ഉൾപ്പെടെ ഉയർത്തിയതിനെ സംബന്ധിച്ചൊക്കെ നിയമസഭയ്ക്കകത്ത് തന്നെ സംവാദങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഘട്ടം മുതൽ ഇങ്ങോട്ട് ജനസംഘം ഉൾപ്പെടെ മലപ്പുറത്തെ തെറ്റായി ചിത്രീകരിക്കുന്നതിന് വേണ്ടി, മലപ്പുറത്തെ തെറ്റായി അവതരിപ്പിക്കുന്നതിന് വേണ്ടി, മലപ്പുറം ജില്ല എന്തോ മോശമാണ് എന്ന് സ്ഥാപിക്കുന്നതിന്
വേണ്ടി, ആ ജില്ലക്കകത്തെ മനുഷ്യരെ ആകെ മോശമാണെന്ന് സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെ വളരെ വിപുലമായിട്ടുള്ള ശ്രമങ്ങൾ നടന്നു പോന്നിട്ടുണ്ട്. ഈ ഘട്ടത്തിലും ഈ സമീപകാലത്തൊക്കെ തന്നെ ട്വിറ്ററിൽ ഉൾപ്പെടെ സംഘപരിവാർ സംഘടനകൾ ഉയർത്തിവിട്ടിട്ടുള്ള തെറ്റായിട്ടുള്ള നിരവധിയായ ഹെയ്റ്റ് ക്യാമ്പയിനുകൾ, അത് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളുടെ പശ്ചാത്തലത്തിൽ ഉയർന്ന മുസ്ലിം ലീഗിന്റെ പതാക ഉൾപ്പെടെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പാകിസ്ഥാനാണ് മലപ്പുറം എന്നൊക്കെ നിലയിലേക്ക്, പാകിസ്ഥാന്റെ പതാകയാണ് എന്നൊക്കെ സ്ഥാപിക്കുന്ന നിലയിലേക്ക് ഉയർത്തിയിട്ടുള്ള നിരവധിയായ ഹെയ്റ്റ് ക്യാമ്പയിനുകൾ ആ നിലയിൽ സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെ ഉണ്ടായിട്ടുള്ള ശ്രമങ്ങൾ നമ്മുടെ മുൻപിലുണ്ട്. നിയമസഭയിലൊക്കെ ഉയർന്ന ഒരു കാര്യം മലപ്പുറം ജില്ലാ രൂപീകരണ കാലഘട്ടത്തിൽ പറഞ്ഞത് മലപ്പുറം പോലെ തീവ്രവാദ സാധ്യതയുള്ള കേന്ദ്രമാക്കി കൊടുവള്ളി മാറ്റരുത് എന്ന മറ്റൊരു പ്രയോഗം നടത്തിയിട്ടുണ്ടോ വസീഫ്? അങ്ങനെയാണെങ്കിൽ വസീഫ് മലപ്പുറത്തോട് മാപ്പ് പറയണം. പറഞ്ഞത് നവാസാണ്, ഞാൻ നേരിട്ട് കേട്ടില്ല. അല്ല, അങ്ങനെ ആ നിലയ്ക്കുള്ള വസീഫിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ഞാൻ കേട്ടിട്ടില്ല. എന്നെ പറഞ്ഞു പൂർത്തീകരിക്കാൻ വേണ്ടി അനുവദിക്കണം എന്നാണ് അഭ്യർത്ഥിക്കുന്നതിന് വേണ്ടിയുള്ളത്. ആ മലപ്പുറം ജില്ലാ രൂപീകരണത്തിൽ ഉൾപ്പെടെ ഈ നിലയ്ക്കുള്ള തെറ്റായ മുദ്രാവാക്യങ്ങളോടൊപ്പം കോൺഗ്രസ് ഉൾപ്പെടെ കേരളത്തിൽ നിലയുറപ്പിച്ചതിനെ കുറിച്ചൊക്കെ നമ്മളിന്ന് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ തുടർച്ചയിൽ ഇപ്പോൾ സംഘപരിവാരം പറഞ്ഞു വെക്കുന്നത് എന്താ? മലപ്പുറത്താകെ മുസ്ലിങ്ങളാണ്, അത് മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമാണെന്നുള്ളത് കൊണ്ട് മലപ്പുറത്താകെ മുസ്ലിങ്ങളാണ്, അല്ലെങ്കിൽ അത് പാകിസ്ഥാനാണ് എന്നടക്കം സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം. മലപ്പുറം ജില്ലയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അതാകെ മുസ്ലിം മതവിഭാഗത്തിൽപ്പെട്ട ആളുകൾ ചെയ്തു വെച്ചത് എന്ന നിലയിലേക്കുള്ള ഒരു നരേറ്റീവ് വളരെ ബോധപൂർവം അല്ല ഒരു നിലക്കല്ല. ഞാൻ പറഞ്ഞു പൂർത്തീകരിക്കട്ടെ സാറേ. ആ നിലയ്ക്കുള്ളൊരു നരേറ്റീവ് സൃഷ്ടിക്കുന്നതിന് വേണ്ടി വളരെ വിപുലമായി ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ ശ്രമത്തിൻ്റെ തുടർച്ചയിലാണ് കരിപ്പൂർ എയർപോർട്ടുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിട്ടുള്ള ആരോപണം. കരിപ്പൂർ എയർപോർട്ടിനകത്ത് നിന്ന് എയർപോർട്ടുമായി ബന്ധപ്പെട്ട് പിടിച്ചെടുക്കപ്പെട്ടിട്ടുള്ള സ്വർണം, ആ സ്വർണത്തിൻ്റെ അളവ്, കരിപ്പൂർ എയർപോർട്ട് മുഖാന്തരം കടത്തുന്ന സ്വർണവുമായി ബന്ധപ്പെട്ട് അതിനകത്ത് രജിസ്റ്റർ ചെയ്യപ്പെടുന്ന പിടിക്കപ്പെടുന്ന സ്വർണത്തിൻ്റെ അളവ് വെച്ചുകൊണ്ട് അതെന്തോ മലപ്പുറം ജില്ലയെ ആക്ഷേപിക്കുകയാണ്. അതിൻ്റെ തുടർച്ചയിൽ മലപ്പുറം ജില്ലയ്ക്കകത്ത് ജീവിക്കുന്ന ഭൂരിപക്ഷം വരുന്ന മതവിഭാഗത്തെ ആക്ഷേപിക്കുകയാണ് എന്ന നിലയിലേക്കൊരു നരേറ്റീവ് ഈ നാടിനകത്ത് UDF-ഉം മുസ്ലിം ലീഗും ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സംഘപരിവാരം പാടിപ്പതിഞ്ഞിട്ടുള്ള നരേറ്റീവിന് കൂടുതൽ ദൃശ്യത ലഭ്യമാക്കുന്ന നിലയിലേക്കാണ് എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ സൂചിപ്പിക്കാനുള്ളത്. ആ നിലയിലാണ് നമ്മുടെ നാടിനകത്ത് നിരവധിയായിട്ടുള്ള ക്രൈമുണ്ട്. ആ ക്രൈമും താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? സ്വർണ്ണ നിരോധനം അല്ലെങ്കിൽ സ്വർണ്ണക്കടത്ത് നിരോധനം ഒരു മതവിധിയിലൂടെ തങ്ങൾ നടപ്പിലാക്കേണ്ടതാണോ? അതിന്റെ അർത്ഥം എന്താ? ഒരു പ്രത്യേക സമുദായത്തിലുള്ളവരാണ് സ്വർണം കടത്തുന്നതിൽ കൂടുതൽ പിടിക്കപ്പെടുന്നത്, അതുകൊണ്ട് ആ സമുദായത്തിലുള്ള ആളുകൾ അതിൻ്റെ ആത്മീയാചാര്യൻ ഒരു മത ഫത്വ പുറപ്പെടുവിച്ചാൽ സ്വർണ്ണക്കടത്ത് തടയാൻ പറ്റുമെന്ന് പറയുന്നത് എന്ത് ലോജിക്കാണ് PM മാഷു? ശ്രീ KT ജലീലുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഇട്ട ഫേസ്ബുക്ക് പോസ്റ്റ്, അതിൻ്റെ തുടർച്ചയിൽ അദ്ദേഹം തന്നെ മാധ്യമങ്ങളെ കണ്ട് നിങ്ങളുടെ ഓരോ ചോദ്യത്തിനും അദ്ദേഹം കൃത്യമായിട്ടുള്ള മറുപടി നൽകി പോകുന്ന നിലയുണ്ടായിട്ടുണ്ട്. ഇതിനകത്ത് മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് മുസ്ലിം ലീഗ് നൽകിക്കൊണ്ടിരിക്കുന്ന പിന്തുണ ഈ ഘട്ടത്തിൽ ഉൾപ്പെടെ ഈ ചർച്ചയിൽ തന്നെ നവാസിനെ വല്ലാതെ ചൊടിപ്പിക്കുന്നത് ഈ കരിപ്പൂർ എയർപോർട്ടിൽ നിന്ന് പുറത്തേക്ക് വരുന്ന സ്വർണം പിടിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടാണല്ലോ. ആ സ്വർണം പിടിക്കുന്നതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്താ ആശങ്ക എന്ന് വെച്ചാൽ പിടിച്ചാലും കുഴപ്പമില്ല, പിടിച്ചില്ലെങ്കിലും കുഴപ്പമില്ല എന്നുള്ളതാണ്. അപ്പോൾ അവിടെ എത്ര സ്വർണം ഒഴുകിയാലും കുഴപ്പമില്ല, ഏത് നിലയിലുള്ള നിയമവിരുദ്ധ പ്രവർത്തനം നടത്തിയാലും കുഴപ്പമില്ല എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട കൺസേൺ എന്നുള്ളത്. നിശ്ചയമായും നമ്മുടെ നാടിനകത്ത് തെറ്റായിട്ടുള്ള ഇടപെടലുകൾ ഉണ്ടാവരുത്, നിയമവിരുദ്ധ പ്രവർത്തനം ഉണ്ടാവരുത്, ടാക്സ് വെട്ടിപ്പ് ഉൾപ്പെടെ കള്ളക്കടത്ത് ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാവരുത് എന്നുള്ളതാണ്. ആ പ്രവർത്തനങ്ങൾ ഉണ്ടാകുന്നുണ്ട്, അതിനെ തടയുന്നതിനാവശ്യമായിട്ടുള്ള അതിശക്തമായിട്ടുള്ള നിയമ നടപടി ഉണ്ടാകണം എന്നുള്ളതാണ്. അത് ഒരു പരിധിക്കപ്പുറത്ത് എന്താ പറയുക, കരിപ്പൂർ എയർപോർട്ടിലൂടെ ന്യൂനപക്ഷ വിരുദ്ധനാണ്, മലപ്പുറം വിരുദ്ധനാണ്. മലപ്പുറത്ത് നിന്ന് തിരുവനന്തപുരത്ത് നിയമസഭയുടെ മുന്നിൽ സമരവും പ്രതിഷേധവും ഒരു ജില്ലയുടെ പേരിലുമല്ല, മലപ്പുറം ജില്ലക്കകത്ത് സ്ഥിതി ചെയ്യുന്നു കരിപ്പൂർ എയർപോർട്ട് എന്നുള്ളത് കൊണ്ട് കരിപ്പൂർ എയർപോർട്ടിനകത്ത് നിന്ന് എയർപോർട്ടിലൂടെ വരുന്ന സ്വർണം എന്നുള്ളത് എന്തുകൊണ്ട് നടപടിയെടുക്കുന്നില്ല PM മാഷോ? മലപ്പുറം ജില്ലയുടെ ഒരു തരിമ്പെങ്കിലും ആത്മാർത്ഥതയുണ്ടെങ്കിൽ മലപ്പുറം ജില്ലയെ ആക്ഷേപിച്ചു പറയാത്ത വാചകം മുഖ്യമന്ത്രിയുടെ വായിൽ തിരികെ ഹിന്ദു പത്രത്തിൽ കൊടുത്ത PR ഏജൻസിയുടെ ആ MLA-യുടെ മകനെ പിടിച്ച് അകത്തിടാത്ത എന്താ?
അതിനകത്ത് ഹിന്ദു പത്രത്തിനകത്ത് ആദ്യം വന്നിട്ടുള്ള വാർത്ത അതിൻ്റെ തിരുത്തൽ നമ്മുടെ നാടിനകത്തെ പല മാധ്യമങ്ങൾക്കും പരിചിതമല്ലാത്ത നിലയിൽ ഹിന്ദു പത്രം തന്നെ തിരുത്തുന്ന നിലയുണ്ടായിട്ടുണ്ട്. അതിന് തുടർച്ചയിൽ നിങ്ങൾ ഇപ്പോൾ സൂചിപ്പിച്ചിട്ടുള്ള ഒരു PR ഏജൻസിയുമായി ബന്ധപ്പെട്ടും കേരളത്തിലെ ഗവൺമെൻറ്, സംസ്ഥാന സർക്കാരോ മുഖ്യമന്ത്രിയുടെ ഓഫീസോ ബന്ധപ്പെട്ടിട്ടില്ല എന്നുള്ളതിനെ സംബന്ധിച്ച് മുഖ്യമന്ത്രിയുടെ ഓഫീസ് തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് തുടർ നിയമ നടപടികൾ ഉൾപ്പെടെ വേണ്ടതുണ്ട് എന്നുണ്ടെങ്കിൽ അതിനെ സംബന്ധിച്ച് ആലോചിക്കേണ്ടുന്ന ആലോചിക്കുന്നതൊന്നും സർക്കാർ പറഞ്ഞിട്ടില്ലെന്ന് മാത്രമല്ല, അതിനെക്കുറിച്ച് കമാന്നൊരക്ഷരം പാർട്ടിയും വേണ്ടിയിട്ടില്ല, തുടർച്ചയായ ചോദ്യങ്ങൾക്ക് മുഖ്യമന്ത്രിയും വേണ്ടിയിട്ടില്ല, അവർ അന്വേഷണവും പ്രഖ്യാപിച്ചിട്ടില്ല. PR ഏജൻസിയെ കുറിച്ച് ഒരു അന്വേഷണമില്ല. ഞാനതാണ് ആവർത്തിച്ച് ചോദിക്കുന്നത്. മലപ്പുറത്തോടൊരു തരിമ്പെങ്കിലും ആത്മാർത്ഥമുണ്ടെങ്കിൽ മലപ്പുറത്തെ അവഹേളിച്ച PR ഏജൻസിയുടെ പ്രതിനിധിയെ പിടിച്ചകത്തിടണം. ഈ സർക്കാരിന് വേണ്ടി കള്ളം പറഞ്ഞതാരാ? ഈ വർഗീയ ധ്രുവീകരണം നടത്തിയതാരാ? ചോദ്യമല്ലേ? ഞാൻ തിരിച്ചു വരാം ഒരു ഇടവേളയ്ക്ക് ശേഷം. Debate with Dr. Arun Kumar.